ഹലോ, ഗീതാ ഗോവിന്ദൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ വിജയലക്ഷ്മിയും ഗോവിന്ദും കൂടെ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഗീത ഒറ്റക്കാണല്ലോ ഉള്ളില്ല. ആ സമയത്ത് രഞ്ജു അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ എടി നീ എപ്പോൾ വന്നെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീത പറയുന്നുണ്ട്, ഈ ഉച്ചവയ്ക്കല്ലേ നിൻ്റെ ഏട്ടനും കൂടെ വന്നിട്ടുണ്ട്, പുറത്തുണ്ട്, അമ്മയും മകനെയും കൂടെ ഒറ്റക്കാക്കി ഞാൻ ഒരു ഡ്രാമ കളിക്കുകയാണെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് എങ്ങനെയുണ്ട് അവർ സംസാരിച്ചോ എന്ന് രഞ്ജു ചോദിക്കും. അപ്പോൾ ഗീത പറയും, ഇല്ല, ഇപ്പം അവർ അവാർഡ് പടം പോലെ അധികം ഡയലോഗൊന്നും ഇല്ലാതെ വെറും ഭാവങ്ങൾ മാത്രമാണ്, ഇനി അതൊരു കോമഡി ആക്കി മാറ്റണം എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് ഉള്ളിൽ അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് പോവും. എന്നിട്ട് പുറത്തുനിന്ന് നമ്മുടെ വിജയലക്ഷ്മിയും ഗോവിന്ദും അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമായിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ ചോദിക്കും, എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ മുഖത്ത് പോലും ഒന്നും നോക്കുന്നില്ലല്ലോ എന്ന് പറയും. എൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേഷ്യത്തിൻ്റെ ആ മഞ്ഞൊരുകി പോകുന്നുള്ള പേടി കൊണ്ടാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയും, പേടി കൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കലി കയറും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നോക്കാത്തതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയും, ശരി, ഞാൻ വിശ്വസിച്ചു എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മനസ്സിലിങ്ങനെ പറയും, എൻ്റെ കള്ളക്കണ്ണ, എന്ത് വെണ്ണ തന്നാലാണ് നീ എന്നെ ഒന്ന് എൻ്റെ അടുത്തേക്കൊന്ന് വരിക, എൻ്റെ അമ്പാടിക്കണ്ണ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് പറയും, എനിക്ക് രഞ്ജുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, ഞാൻ കുറച്ച് പണം നിങ്ങളുടെ കയ്യിൽ തരാം, അത് ധ്യാനിന് കൊടുക്കും. ഞാൻ പുറത്തുനിന്നുള്ള ആളാണെന്ന് കരുതിയിട്ട് ധ്യാൻ അത് നിരസിച്ചു, എൻ്റെ സഹായം നിരസിച്ചു, നിങ്ങൾ ഇത് കൊണ്ട് കൊടുക്കണം എന്നിങ്ങനെ പറയും. അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയും, ഞാൻ വിചാരിച്ചു ധ്യാനുമായിട്ട് നീ തുറന്ന് സംസാരിച്ചപ്പോൾ ധ്യാനിനെ നിനക്ക് മനസ്സിലായി കാണുന്നു, പക്ഷേ ഇല്ല, എനിക്ക് തെറ്റി, ധ്യാൻ അങ്ങനെയല്ല എന്നിങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും നമ്മുടെ വിജയലക്ഷ്മി അമ്മ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയും, എനിക്ക് രഞ്ജുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയും, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും മാർഗ്ഗമുണ്ടെന്ന് ഇങ്ങനെ നമ്മുടെ ഗോവിന്ദ് ചോദിക്കും. എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഗോവിന്ദ് സ്വന്തമാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്തെങ്കിലും ഒരു ചെയ്യാൻ പറ്റിയ കാര്യം ഉണ്ടോ എന്ന് ഗോവിന്ദ് ചോദിക്കും. അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയും, ധ്യാൻ ഇവിടെ ഒരു ജോലി നോക്കുന്നുണ്ട്, അത് 2-3 കമ്പനിയിലൊക്കെ നോക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയും. അത് ഇവിടെ തന്നെ ഒരു ജോലി സെറ്റാക്കാൻ കഴിഞ്ഞാൽ അത് ഉപകാരമായിരിക്കും എന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, അവൻ AGMൽ ജോലി സ്വീകരിക്കില്ല എന്ന് ഗീതു എന്നോട് പറഞ്ഞു, പിന്നെ അവൻ കാനഡയിൽ ജോലി റിസൈൻ ചെയ്യാത്തത് കൊണ്ട് ഇപ്പോഴത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളൊന്നും അങ്ങനെ ഏറ്റെടുക്കില്ല, റിസൈൻ ചെയ്താണെങ്കിൽ ഒരു പക്ഷെ നോക്കുമായിരുന്നു, ചെയ്യാത്തത് കൊണ്ട് അങ്ങനെയൊന്നും ഏറ്റെടുക്കില്ല എന്ന് പറയും. അപ്പോൾ വിജയലക്ഷ്മി അമ്മ ചോദിക്കും, അറക്കൽ ഗോവിന്ദ് മാധവന് അത്തരം ബൗണ്ടറികളൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കട്ടെ, അവൻ ഏത് കമ്പനിയിലാന്ന്, കമ്പനിയുടെ പേര് എന്തെങ്കിലും അറിയോ, ഏത് കമ്പനിയിൽ ട്രൈ ചെയ്യുന്നതെന്നൊന്ന് പറയുമോ ചോദിക്കും. അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയും, പേര് എന്തൊക്കെയോ ശിവ പറയുന്നുണ്ടായിരുന്നു, ഒരു കർണാടക മിനിസ്റ്ററിൻ്റെ മകൻ ഇവിടെ ബിസിനസ് ചെയ്യുന്നില്ലേ, അവിടെ ഇന്ന് എന്തോ ഇൻ്റർവ്യൂവിന് അങ്ങോട്ടും പോയിരുന്നു, അവിടുത്തെ പാക്കേജ് നല്ലതാണെന്ന് ധ്യാൻ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദ് പറയും, മനസ്സിലായി, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് ഫോൺ ചെയ്യാൻ പോകും. അങ്ങനെ ആ സീൻ അവിടെ കഴിയും. പിന്നെ കഴിയുന്ന ഉള്ളിൽ നമ്മുടെ ഗീതുവും രഞ്ജുവും കൂടെ അടുക്കളയിൽ കിച്ചണിൽ ഇങ്ങനെ രഞ്ജു ഇങ്ങനെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പറയും, അമ്മ ഇപ്പം ഒന്നും പ്രോഗ്രാമൊന്നും ഏറ്റെടുക്കുന്നില്ല, ദുബായിലെ 2 പ്രോഗ്രാം ഉണ്ടായിട്ട് അത് ക്യാൻസലാക്കി, പിന്നെ ബാംഗ്ലൂരും കൊൽക്കട്ടയൊക്കെ ഉള്ളതൊക്കെ ക്യാൻസലാക്കുവാണ്, ഇവിടെ അടുത്ത നാട്ടിൽ മാത്രമുള്ളത് മാത്രമേ അമ്മ ഇപ്പോൾ ഏറ്റെടുക്കുന്നുള്ളൂ, അത് ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ്, എന്നെ ഇവിടെ ഒറ്റക്കാക്കി പോകാൻ അമ്മക്ക് പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അമ്മ പോവാത്തത്, പക്ഷെ നീ ഒന്ന് ഇതിനെപ്പറ്റി സംസാരിക്കണം, ഇനിയിപ്പം ഞാൻ പറഞ്ഞത് അമ്മയോട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്നോളാം എന്നൊക്കെ, പക്ഷെ അമ്മ അത് കേൾക്കുന്നില്ല, ഇനിയിപ്പം അമ്മ പോയ സമയത്ത് ഞാൻ എൻ്റെ കാമുകനെ വിളിച്ചു വരുത്തുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണെന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗീത പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല, ഞാൻ അമ്മയോട് സംസാരിച്ചോളാം, ഇതിനൊരു പരിഹാരം കാണണമെന്നല്ലേ ഉള്ളൂ, ഞാൻ സംസാരിച്ചോളാം എന്ന് പറയും. അപ്പോൾ ഗീത എന്നിട്ട് മനസ്സിൽ പറയും, അമ്മ വേറൊന്നും കൊണ്ടല്ല, നിൻ്റെ രോഗം കൊണ്ട് മാത്രമാണ്, ആ ഒരു പേടിയുള്ളതുകൊണ്ട് മാത്രമാണ് പോകാത്തത് ഇങ്ങനെ മനസ്സ് പറയും. എന്നിട്ട് അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ധ്യാൻ അവിടെ എത്തും അവരുടെ കൂടെ, നമ്മുടെ രഞ്ജു ഉള്ളടുത്ത്. എന്നിട്ട് ഗീത പറയും, ഇനി നിങ്ങൾ 2 കൂടെ ചായ ഇട്ടോളൂ, ഞാൻ പുറത്ത് പോയേക്കാം, നിങ്ങളെ റൊമാൻറ്റിക്കായിട്ട് ചായ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഗീതു അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിമാറുന്നു. എന്നിട്ട് പിന്നെ അവർ 2 കൂടെ ചായ ഇടുന്നൊരു സീനാണ്. അത് പിന്നെ വെറുതെ ഒരു ഇതാക്കിയത്, ധ്യാൻ ചായ ഇങ്ങനെ ഒഴിക്കും, മറിയും, അതൊക്കെ അത്രയേ ഉള്ളൂ. എന്നിട്ട് പിന്നെ കട്ടൻ ചായ ഇട്ട് കൊടുക്കും എല്ലാവർക്കും.
അങ്ങനെ കട്ടൻ ചായയായിട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഗോവിന്ദും ഗീതുവും വിജയലക്ഷ്മി അമ്മയുണ്ടല്ലോ ഹാളിൽ. അപ്പോൾ ഗോവിന്ദ് പറയും എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറയും. അപ്പോൾ ഗീതു പറയും അല്ല രഞ്ജുവിനെ കാണണ്ടേ, അവളിപ്പോൾ വരും, കണ്ടിട്ട് പോകാമെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ വിജയലക്ഷ്മി അപ്പോൾ ഇപ്പുറത്ത് നിന്ന് പറയും ഗോവിന്ദിന് എന്തോ ധൃതിയുണ്ട്, പോകാൻ നീ പൊയ്ക്കോ എന്നിങ്ങനെ പറയും. അപ്പോഴേക്കും നമ്മുടെ രഞ്ജു വരും, ചായയായിട്ട് ധ്യാനും രഞ്ജും കൂടെ വരും. എല്ലാവർക്കും ചായ കൊടുക്കും. അപ്പോൾ ഗോവിന്ദിന് കൊടുക്കുമ്പോൾ ഗോവിന്ദ് പറയും എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോൾ ചായ കുടിക്കാറില്ല എന്ന് പറയും. അപ്പോൾ രഞ്ജു പറയും ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ചായയാണ്, ഏട്ടൻ കുടിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വിഷമമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗോവിന്ദ് ചായ എടുക്കും. അങ്ങനെ ചായ എടുക്കുന്ന സമയത്ത് ധ്യാനൊരു കോൾ വരും മറ്റേ കമ്പനിയിൽ നിന്ന്, ഇവന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് അത് വെച്ച് കഴിഞ്ഞപ്പാടെ തന്നെ ധ്യാനിങ്ങനെ എല്ലാവരോടും പറയും ഇന്ന് രാവിലെ ഇൻ്റർവ്യൂവിന് പോയ കമ്പനിയിൽ നിന്ന് എന്നെ വിളിച്ചത്. അവർ ആദ്യം എന്നോട് പറഞ്ഞത് നോക്കാമെന്നൊക്കെയാണ്, പക്ഷേ ഇപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറയുന്നത് ജോയിൻ ചെയ്യാൻ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, ഭയങ്കര ഹാപ്പിയാണ്, അപ്രതീക്ഷിതമാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഗോവിന്ദ് പറയും അത് പിന്നെ അങ്ങനെ നോക്കാമെന്നൊക്കെ പറഞ്ഞത് നമ്മളെ ഇനിയും നിന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടുമെന്ന് വേണ്ടി നോക്കാനാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ആരെയും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഓൾറെഡി ഇൻ്റർവ്യൂ ചെയ്ത ആളിങ്ങനെ നോക്കും, എന്നിട്ട് അതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കും, അതാണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ഗീതുവിന് പക്ഷേ കാര്യം മനസ്സിലായി, വിജയലക്ഷ്മിക്ക് പിന്നെ നേരത്തെ അറിയാമല്ലോ. അങ്ങനെ ആ സന്തോഷ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവർ കാറിലേക്ക് ഗോവിന്ദും ഗീതുവും കൂടെ പോകും. എന്നിട്ട് ഗീതു ഇങ്ങനെ ചോദിക്കും ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, സത്യം മാത്രമേ പറയാവൂ എന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് പറയും ഞാൻ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയും, എന്തായാലും കള്ളം പറയില്ല എന്ന് പറയും. അപ്പോൾ ഗീതു ഇങ്ങനെ പറയും ധ്യാന് ജോലി കിട്ടിയ എൻ്റെ ഇത് ക്രെഡിറ്റ് ഗോവിന്ദേട്ടനല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ ഗോവിന്ദ് പറയും എനിക്കൊന്നും അറിയൊന്നുമില്ല, ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ഗീതു പറയും ഇതാ ഞാൻ പറഞ്ഞത്, കള്ളം പറയില്ല എന്നിട്ട് കള്ളം പറയുന്നത് നോക്കിയാട്ടെ എന്ന് പറഞ്ഞു. കണ്ണേട്ടൻ തന്നെയാണ് അതിന് പിന്നിൽ നിന്ന് എനിക്കറിയാം, കാരണം ധ്യാൻ അത് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് കണ്ണേട്ടനെയായിരുന്നു. അപ്പോൾ കണ്ണേട്ടൻ്റെ മുഖത്ത് നിന്ന് എനിക്കത് വായിച്ചെടുക്കാൻ പറ്റി, കണ്ണേട്ടനാണ് ഇതിന് പിന്നിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും വേണ്ടാത്തൊക്കെ ഇങ്ങനെ വായിച്ചെടുത്തോളും, വേണ്ടുന്നതാണെങ്കിൽ ഒന്നും കണ്ടുപിടിക്കുകയില്ല എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അങ്ങനെയെല്ലാം നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഗോവിന്ദ് ചോദിക്കും. അപ്പോൾ ഗീതു പറയാം എനിക്ക് കണ്ണേട്ടൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലുള്ളതെല്ലാം എടുക്കാൻ വേണ്ടി പറ്റും, കണ്ണേട്ടന് ഒരു കാര്യം ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ കണ്ടുപിടിച്ചാട്ടെ, എൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് നീ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അങ്ങനെ കാറ് സൈഡാക്കിയിട്ട് എൻ്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കണം എന്ന് ഗീതു പറയും. അങ്ങനെ സൈഡാക്കി കണ്ണിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഗീതു പറയും പിടികിട്ടി. ഗീതു അപ്പോഴേക്കും കണ്ണ് പൂട്ടിയിട്ട് ഇങ്ങനെ എന്താണെന്നുള്ളത് ആ ഭാവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ആക്കി, എന്നിട്ട് അത് ഹരിച്ചും ഗുണിച്ചും കൂട്ടിയും കിഴിച്ചും ഒക്കെ എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാമെന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ണ് പൂട്ടിയിട്ടുണ്ടാവുക. അപ്പം നമ്മുടെ ഗോവിന്ദ് മനസ്സിൽ എന്താ വിചാരിച്ചത്, പ്രണയം, അവളോടുള്ള പ്രണയം മുഖത്ത് വരുത്തിയിട്ട് അത് അവൾ കണ്ടുപിടിക്കട്ടെ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കണ്ടുപിടിക്കുകയൊന്നുമില്ല. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ അവൾ കണ്ണുപൂട്ടിയ സമയത്ത് ഒരു ഉമ്മ കൊടുത്താലോ, അങ്ങനെ അവൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഗീത് കണ്ണ് തുറക്കും. കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ അവൾ പറയും എന്താണെന്ന് വെച്ചാൽ യാചകൻ്റെ ഒരു മുഖഭാവമാണ് കണ്ണേട്ടൻ്റെ മുഖത്ത് ഞാൻ കണ്ടത് എന്നിങ്ങനെ പറയും. അപ്പോൾ കണ്ണേട്ടൻ എന്തോ എന്നോട് യാചിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ ഗോവിന്ദ് പറയാം അതെ വളരെ കറക്റ്റാണ് ഇങ്ങനെ പറയും. അപ്പോൾ ഗീതു പറയും എനിക്ക് മനസ്സിലായി. ഇനി എൻ്റെ നിഗമനത്തിൽ നിന്ന് ഞാൻ പറയുവാണെങ്കിൽ കണ്ണേട്ടന് നല്ലോണം വിശക്കുന്നുണ്ടല്ലേ, അപ്പോൾ വിശക്കുന്നതായിട്ടല്ലേ എന്നോട് ഇങ്ങനെ യാചിക്കുന്നത്, ഫുഡിന് വേണ്ടിയിട്ടല്ലേ എന്നിങ്ങനെ ഗീതു പറയും. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഒരു ആവശ്യമുള്ള സമയത്ത് വരുത്താൻ പറ്റാത്തൊരു മുഖഭാവമാണ് പ്രണയം, മുഖത്ത് വരുത്താൻ പറ്റാത്തൊരു സാധനമാണ് അത് എന്നിങ്ങനെ എനിക്കിപ്പോൾ മനസ്സിലായി, വേണ്ടതെന്നൊന്നും വായിച്ചെടുക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അതവിടെ കഴിയുന്ന എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.